പങ്കുവെക്കാൻ ഉദ്ദേശിക്കുന്നൊരു ചിന്ത. ഇന്നലെ കാക്കനാട് വെച്ച് നടന്നൊരു പ്രോഗ്രാം ടോക്ക് ഷോ വിസ്ഡം യൂത്ത് ഓർഗനൈസേഷൻ സംഘടിപ്പിച്ച ഈ ഒരു കറണ്ട് ഇഷ്യൂസ് ഒരുപാട് ചർച്ച ചെയ്യപ്പെടുന്നൊരു പ്രോഗ്രാമായിരുന്നു അത്. അതിൽ ഒരു ഭാഗം ഒരു ടോക്ക് ഷോ ശരിക്കും പറഞ്ഞാൽ നമുക്ക് എന്തും ചോദിക്കാനും തിരിച്ചു പറയാനും നമുക്ക് നമ്മുടെ സ്പേസ് ഉപയോഗപ്പെടുത്താൻ പറ്റിയൊരു അവസരമാണല്ലോ. ടോക്ക് ഷോയിൽ സ്ത്രീകൾ പലപ്പോഴും നമ്മളൊക്കെ കാണുന്നതാണ്. സ്ത്രീകളൊരു മറകെട്ടി മാറ്റി നിർത്തുന്നൊരു സംവിധാനമാണ് എന്നാണ് പലരും ഇതിനെ കാണാറുള്ളത്. ആ ഒരു കണ്ണോടുകൂടിയാണ് കാണാറുള്ളത്. പക്ഷേ അബ്ദുള്ള ബാസിൽ ആ ഒരു നരേഷൻ, ആ ഒരു പൊതുബോധത്തെ ശരിക്കും അവിടെ മാറ്റി പൊളിച്ച് അടുക്കുകയാണ് കണ്ടത്. ആക്ച്വലി മറം കെട്ടിയത് മാറ്റി നിർത്താനല്ല, മറിച്ച് അവരൊരു സുരക്ഷിതത്വം അതിനു വേണ്ടിയിട്ടാണ് മാറ്റി നിർത്തിയെന്നാണ് പറഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് ആ ഒരു സംസാരത്തിൻ്റെ ഒരു ഭാഗത്തിലൂടെ മനസ്സിലായത്? തീർച്ചയായിട്ടും അങ്ങനെ തന്നെയാണ്. ഇപ്പോൾ നല്ല നിലക്ക് ജീവിക്കണമെന്ന് ആഗ്രഹിക്കുന്ന സ്ത്രീകൾ ഒരുപാടുണ്ട്. അവർക്ക് അതിനുള്ള അവസരം നമ്മൾ കൊടുക്കണമല്ലോ ഇസ്ലാമികമായിട്ട്. എന്നാൽ അങ്ങനെ അല്ലാതെ ജീവിക്കേണ്ടവർക്ക് ഈ പ്രോഗ്രാമുകളിൽ വരേണ്ടതില്ല, അവർക്ക് വേറെയും സ്പേസുകൾ ഉണ്ട്. പക്ഷേ ഇവിടെ നല്ല നിലക്ക് ജീവിക്കുന്ന സ്ത്രീകൾക്ക് നമ്മൾ സൗകര്യം ചെയ്തു കൊടുത്തതിനെ എതിർക്കേണ്ട ആവശ്യം എന്താണുള്ളത്? ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് കാണുകയുണ്ടായി. അതിൽ ഒരാൾ പോസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇത് വളരെ പ്രാകൃതമായി പോയി. ഇത് ഇസ്ലാമിലെ പുരുഷന്മാരെ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള ഒരു പരിപാടിയാണ്. ഇതിനെതിരെ മുസ്ലിംകളായ പുരുഷന്മാർ തന്നെ രംഗത്തിറങ്ങണം എന്നാണ് ഒരു സ്ത്രീ പോസ്റ്റ് ചെയ്തിട്ടുള്ളത് ഫേസ്ബുക്കിൽ. അവർ പറയുന്നത് സ്ത്രീകളെ കാണുമ്പോഴേക്ക് പുരുഷന്മാർക്ക് പ്രശ്നം ഉണ്ടാകും എന്നാണ് നിങ്ങൾ പറയുന്നത്, അത് വിഷയമാണ് എന്നവർ. അതിനെ ഒരു സഹോദരി ഒരു കുറിപ്പ്, മറുപടിയായിട്ടൊരു കുറിപ്പ് എഴുതിയത് വളരെ ശ്രദ്ധേയമായി. ഇപ്പോൾ ബസ്സുകളിൽ സ്ത്രീകളുടെ സീറ്റുണ്ട്, അവിടെ പുരുഷന്മാർക്ക് കയറിയിരിക്കാൻ പറ്റില്ല. അതിനർത്ഥം ബസ്സിൽ കയറുന്നവർ മുഴുവൻ മോശക്കാരായി ചിത്രീകരിക്കാനുള്ള നിയമമാണോ അത്? പൊതുസ്ഥലത്ത് സ്ത്രീകളുടെ ഫോട്ടോ എടുക്കാൻ പാടില്ല എന്ന നിയമമുണ്ട്. അത് ഫോട്ടോ എടുക്കുന്നത് അവിടെ കൂടിയിട്ടുള്ള പുരുഷന്മാരെ, ആ ഒരു നിയമം വന്നത് അവിടെ കൂടിയിട്ടുള്ള പുരുഷന്മാരെ മുഴുവൻ മോശക്കാരായി ചിത്രീകരിക്കാനാണോ? തുടങ്ങി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറയുന്നുണ്ട്. വനിതാ ഹെൽപ്പ് ലൈൻ, സ്ത്രീകൾക്ക് സഹായം, അത് പുരുഷന്മാരിൽ നിന്ന് അക്രമത്തിൽ നിന്ന് രക്ഷപ്പെടാൻ എന്ന് പറയുന്നത് അത് അവരെ അപമാനിക്കുന്നതാണോ, പുരുഷന്മാരെ അപമാനിക്കുന്നതാണോ? സ്ത്രീയെ പിന്തുടരുക എന്നുള്ളത് നിരോധിച്ചിട്ടുണ്ട്, അത് എല്ലാ പുരുഷന്മാരും അങ്ങനെ പിന്തുടരാൻ ആഗ്രഹിക്കുന്നവരാണ് എന്ന് പറയാൻ പറ്റുമോ? തുടങ്ങി ആ വാദങ്ങളെ പൊളിച്ചെടുക്കുന്ന കാര്യങ്ങൾ ഒരുപാട് പറയുന്നുണ്ട്. ടോയ്ലറ്റുകൾ പ്രത്യേകമായി തുടങ്ങിയിട്ടുണ്ട്, അത് പുരുഷന്മാരെ അപമാനിക്കാനാണ്, തുടങ്ങി വളരെ നല്ല ചിന്തകൾ. ഇത് ഇസ്ലാമുമായി ബന്ധപ്പെട്ട ആളുകളൊന്നുമല്ല ഇത്തരം മറുപടികൾ ഇടുന്നത് എന്നുള്ളത് സ്വാഗതാർഹമാണ്. ഒരുപക്ഷെ നമ്മുടെ പ്രോഗ്രാമുകളെ ഒന്നും അനുകൂലിക്കുന്ന ആളുകളായിരിക്കില്ല, പക്ഷേ ഒരു പ്രശ്നം, ഒരു കോസ് വന്നപ്പോൾ അതിൽ അവരുടെ അഭിപ്രായം വളരെ നല്ല രീതിയിൽ മറുപടിയായിട്ട് അവർക്ക് പറയാൻ സാധിച്ചിട്ടുണ്ട്. പ്രധാനമായ ഒരു കാര്യം നമ്മൾ ചിന്തിക്കേണ്ടത്, രാജ്ഞിമാർ, ഇപ്പോൾ ബ്രിട്ടീഷ് രാജ്ഞിയൊക്കെ ആയി കഴിഞ്ഞാലും എല്ലാവർക്കും അവരെ കാണാനൊന്നും കഴിയില്ല. എല്ലായിടത്തും അവർ കയറി ഇങ്ങനെ നിരങ്ങുകയുമില്ല. അവർ ഒരു ബഹുമാന സൂചകമായ ഒരു സ്ഥാനത്താണുള്ളത്. ആ ഒരു ബഹുമാനം ആ ഭരണകൂടം കൊടുക്കുന്നുണ്ട്, സർക്കാരും കൊടുക്കുന്നുണ്ട്, ജനങ്ങളും അവർക്ക് കൊടുക്കുന്നുണ്ട്. നമ്മുടെ സ്ത്രീകൾ അത്തരം ഒരു പദവിയിലാണ്, ഒരു റാണി പദവിയിലാണ് ഇസ്ലാം കാണുന്നത്. അവരെ എല്ലായിടത്തും ഇങ്ങനെ കെട്ടഴിഞ്ഞ് നടക്കാൻ അവർക്ക് പറ്റില്ല. അതേപോലെ എല്ലാവർക്കും ഇങ്ങനെ എപ്പോഴും കാണാനും പറ്റിയത്, എല്ലാവർക്കും ഇടപഴകാൻ പറ്റിയ ഒരു രീതിയിലല്ല എന്ന് ചിന്തിച്ചാൽ പോരെ. ഇത് അടിമത്തം, അവരെ മറച്ചിട്ടിരിക്കുന്നു എന്ന് അങ്ങനത്തെ ഒരു ആംഗിളിൽ ചിന്തിക്കുന്നതിന് പകരം അവരുടെ പദവി ഉയർത്താനുള്ള ഒരു ശ്രമമാണ് ഇസ്ലാം കൊണ്ടുവരുന്നത്. അത് തന്നെയാണ് ഈ പരിപാടി നടത്തിയ ടീമും ചെയ്യുന്നത് എന്നാണ്. ഇതിപ്പോൾ ഇന്നും ഇന്നലെയും തുടങ്ങിയ വാദങ്ങളല്ലല്ലോ. ഏത് പരിപാടികളിലും ഇത്തരം ഒരു ഫോട്ടോ കണ്ടു കഴിഞ്ഞാൽ ഇത്തരക്കാർക്ക് പറയാനുള്ളത് ഇത് തന്നെയാണ്. എന്നാൽ ആ പ്രോഗ്രാമിലുണ്ടായിട്ടുള്ള, കുസാറ്റിൽ നടന്ന ഒരു പ്രോഗ്രാമിനെ സംബന്ധിച്ചാണ്, കുസാറ്റ് എന്ന ഉന്നതമായ ഒരു കലാലയത്തിൽ പോലും നമുക്ക് നമ്മുടെ ആശയങ്ങളുമായി അവരുടെ ആ സ്ഥാപനത്തിലെ കുട്ടികൾ നമ്മുടെ ആശയങ്ങൾ കേൾക്കാൻ വരുന്നു. അവിടെ പറയുന്ന വിഷയങ്ങൾ എത്ര പ്രസക്തമാണ് എന്ന് ചിന്തിക്കാതെയാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ആളുകൾ പറഞ്ഞുകൊണ്ടിരിക്കുന്നത് എന്നുള്ളതാണ്. അപ്പോൾ നിങ്ങൾ പറഞ്ഞ
അതിൽ നിന്നൊരു കാര്യം, നമ്മളെ ഇത്തരത്തിലുള്ള പ്രോഗ്രാമുകൾ ധാരാളം നടക്കുന്നുണ്ട്. ഇസ്ലാമിൽ സ്ത്രീകൾക്കുള്ളൊരു സ്ഥാനം അത് ആർക്കെന്തും പറയാം, പക്ഷേ ഇസ്ലാമിന് പറയാനുള്ളതാണ് നമ്മളിവിടെ പങ്കുവച്ചത്. തീർച്ചയായും ഇന്നലെ കാക്കനാട് വെച്ച് നടന്ന പ്രോഗ്രാമിലും ഇസ്ലാമിന് എന്താണോ പറയാനുള്ളതാണ് പറഞ്ഞത്. അത് ഇസ്ലാമിൻ്റെ അധ്യാപനങ്ങൾ ആസ്വദിക്കുന്നവർക്ക് അത് ശരിക്ക് അത് കിട്ടുള്ളൂ. അതുകൊണ്ടാണല്ലോ ആ ഒരു ആകർഷണം, അത് കണ്ടിട്ടാണല്ലോ പലരും ഇതിലേക്ക്, ഇപ്പോൾ ഇസ്ലാമിക വസ്ത്രധാരണകൾ വരെ മറ്റുള്ള ആളുകൾ, മുസ്ലിങ്ങളല്ലാത്ത ആളുകൾ വരെ യാത്ര ചെയ്യുമ്പോൾ സ്വീകരിക്കുന്നുണ്ട്. നമ്മൾ പല സ്ഥലങ്ങളിലും കാണുന്നതാണ്. അതുപോലെ തന്നെ നമുക്കിവിടെ മനസ്സിലാക്കാനുള്ളത്, ഹജ്ജത്തുൽ വദാഇൽ വെച്ച് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ അവസാന പ്രസംഗത്തിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗത്തിൽ നമുക്ക് കാണാം, സ്ത്രീകളോട് നമ്മൾ കാണിക്കേണ്ട ആദരവിനെക്കുറിച്ചാണ് അവിടെ പറയുന്നത്. നമ്മൾ സത്യത്തിന് അത്രേ ചെയ്യുന്നുള്ളൂ. അത് ഏതൊരു പ്രോഗ്രാമിലും സ്ത്രീകൾക്ക് ഒരു പ്രത്യേക ഏരിയ കൊടുക്കുന്നതിന് പകരം നമ്മൾ അവർക്കൊരു പ്രൈവസി അനുവദിക്കുകയാണ് ചെയ്യുന്നത്. കാരണം കുട്ടികൾ സ്ത്രീകളോടൊപ്പമായിരിക്കും. അതുപോലെ തന്നെ സ്ത്രീകൾക്ക് സ്ത്രീകളുടേതായ ഒരുപാട് കാര്യങ്ങൾ, അതിനൊരു പ്രൈവസി വേണം എന്നത് തന്നെയാണ് നമ്മളൊക്കെ പ്രാക്ടിക്കലായി ആലോചിച്ചാൽ തന്നെ മനസ്സിലാവുന്നത്. എന്തൊക്കെ ആരൊക്കെ വിമർശിച്ചാലും ഇസ്ലാമിന് പറയാനുള്ളത് 1400 വർഷങ്ങൾക്ക് മുമ്പ് പറഞ്ഞതേ ഇപ്പോഴും പറയുകയുള്ളൂ. അത് കാലത്തിനനുസരിച്ച് മാറ്റാൻ കഴിയില്ല. അത് മാറ്റാൻ ആര് ശ്രമിച്ചിട്ടും കാര്യമില്ല. ഈ ഒരു ശബ്ദം മുഴങ്ങിക്കൊണ്ടേയിരിക്കും. അങ്ങനത്തെ ഒരു ശബ്ദമായിരുന്നു നമ്മൾ ഇന്നലെ എറണാകുളം കാക്കനാട് വെച്ച് നടന്നൊരു പ്രോഗ്രാം. നമുക്കാർക്കും അതിൻ്റെ ലൈവ് ലിങ്ക് ഇപ്പോഴും ഫേസ്ബുക്കിലാവട്ടെ യൂട്യൂബിലാവട്ടെ കേൾക്കാം. അതിൻ്റെ ഏറ്റവും പ്രസക്തമായ ഭാഗങ്ങൾ കേൾക്കാം. ടോക്ക് ഷോ ആയിരുന്നു കാക്കനാട് വെച്ച് നടന്ന ടോക്ക് ഷോയിൽ ഈ ഒരു വിഷയത്തിൽ നമ്മുടെ ഈ ഒരു ചാനൽ ചർച്ചയിൽ വന്ന, അതേപോലെ ഒരു ഏഷ്യനെറ്റിൽ നടന്നൊരു പ്രോഗ്രാമിൽ ഇപ്പോൾ റീസെൻ്റായിട്ടുണ്ടായ ഒരു നടൻ, ആ നടൻ്റെ സംസാരത്തുമായി ബന്ധപ്പെട്ട് അത് എത്രത്തോളം അബദ്ധജടുലമായ സംസാരമായിരുന്നു എന്നുള്ളത് അവിടെ ശരിക്ക് സ്ഥാപിച്ചിട്ടുണ്ട്. അൽഹംദുലില്ലാ. അപ്പോൾ ശ്രോതാക്കൾക്ക് അത് കേൾക്കാം. അതിലൂടെ ഒരു കാര്യം കൂടി നമുക്ക് സൂചിപ്പിക്കാം. തീർച്ചയായും നമ്മളിപ്പോൾ കുറച്ച് പേരുകൾ പറഞ്ഞു, അതിൽ പങ്കെടുത്ത ആളുകളുടെ പേരുകളൊക്കെ. പീസ് റേഡിയോ ശ്രോതാക്കളുടെ മുമ്പിൽ ഒരു കാര്യം പറയട്ടെ. ഇതിൽ അടുത്തതായി ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്തുകൊണ്ട് ഇങ്ങനെ സംസാരിക്കുന്നത് നമ്മുടെ മകനാകണം എന്ന് നമുക്ക് ആഗ്രഹിക്കാം. അങ്ങനെ നമുക്ക് 100 ആളുകൾ ഇസ്ലാമിനെ പ്രൊട്ടക്റ്റ് ചെയ്ത് സംസാരിക്കാൻ ഉണ്ടാവട്ടെ എന്ന് ഓരോരുത്തരും ആഗ്രഹിച്ചാൽ നടക്കും. അതിനനുസരിച്ച് കുട്ടികൾക്ക് വിദ്യാഭ്യാസം കൊടുക്കുകയും ഈ രംഗത്ത് അവരെ വളർത്തുകയും ചെയ്താൽ സുഖമായി നമുക്ക് സാധിക്കാവുന്ന കാര്യമുള്ളൂ. അല്ലെങ്കിൽ ഒരു കാലത്ത് ആരാണിത് പറയുക എന്ന് തിരഞ്ഞെടുക്കേണ്ട ഒരു ആവശ്യം നമുക്ക് വന്നു വരും. അപ്പോൾ നിങ്ങൾ പറഞ്ഞതൊരു ബാധ്യത ഏറ്റെടുക്കണം എന്നാണ് പറയുന്നത്. അതെ. യെസ്, ഇൻഷാ അല്ലാഹ്.